യുദ്ധത്തിൽ എന്നും നഷ്ടം സാധാരണക്കാർക്കാണ്. അവരുടെ മക്കള്, ഭർത്താവ്, വിധവകളായ ഭാര്യമാര്, ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടാവുക. എന്നും വലിയ വലിയ നേതാക്കന്മാർ എന്നും അവസാനം കൈകൊടുത്ത് പിരിയാ സംഭവിക്കുക. അപ്പം ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതന്നെയാണ്. അതായത് ഇറാനിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും എവിടെയാണെങ്കിലും ബാക്കിയാവാൻ പോകുന്ന ചിത്രം ഇതന്നെയാണ്. അത് എല്ലാ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അപ്പം ഇതിന്റെ ഇടയിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പം ഗോൾഡ് ബൈ ആണ് പോവുക, ക്രൂഡ് ഓയിൽ ബൈ ആണ് പോവുക, അതുപോലെ സിൽവർ ബൈ ആണ് പോവുക. ഇതൊക്കെ ബൈ തന്നെയാണ് പോകാന്ന് എല്ലാവർക്കും അറിയാം. അതിന് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ ബൈ തന്നെയാണെന്ന് പോകാമെന്നറിയാം. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ഹയർ ലോട്ടൊക്കെ ഇട്ട് ഈ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ നഷ്ടത്തിനും കൂടി വക വെക്കരുത്. കാരണം ഭയങ്കര വോളട്ടൈലായിരിക്കും മാർക്കറ്റ്, ഹൈ വോളിയം ഉണ്ടായിരിക്കും മാർക്കറ്റിൽ. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, ഒരു മിനിറ്റിന്റെ ക്യാൻഡിലൊക്കെ $100-150 മൂവ് ചെയ്യുന്നത്. പിന്നെ ഹൈ സ്പ്രെഡ് ഉണ്ടാവും, നല്ല സ്പ്രെഡായിരിക്കും. ഒരുപാട് ബ്രോക്കേഴ്സും ഫണ്ടഡ് അക്കൗണ്ട്സും പറയണ്ട, അത്യാവശ്യം നല്ല മാനിപ്പുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക.